ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വീഡിയോ എടുക്കൽ എവിടെ എത്തുമെന്നൊന്നും അറിയില്ല. ഇത് ഫുൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇതെന്തായാലും എൻ്റെ ഫസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇതുവരെ ഞാൻ ഇതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ രാവിലെ മോൻ എണീറ്റപ്പോൾ ഞാൻ എണീറ്റു കേട്ടോ. അവനക്ക് പാലൊക്കെ കൊടുത്ത് അങ്ങനെ ആ സമയത്ത് മോള് നല്ല ഉറക്കിലായിരുന്നു. പിന്നെ പാലൊക്കെ കുടിച്ച് അവനും ഉറങ്ങി കേട്ടോ. ഈ ഒരു സമയം ഉമ്മ അടുക്കളയിലേക്ക് എത്തിയപ്പോൾ ഉമ്മ അങ്ങനെ ദോശയൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോൾക്ക് കൊടുത്ത് ഞാനും ദോശയും ഇതൊക്കെ കഴിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ മോനെ കുളിപ്പിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവനായിട്ട് ഇങ്ങനെ എന്നോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് നേരം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് മോളെ സ്കൂൾക്ക് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അന്ന് സ്കൂളിൽ യൂണിഫോം കൊടുക്കണ ദിവസമാണ്. അപ്പോൾ മോനെ ഉറക്കി ഇട്ടൊക്കെയാണ് കേട്ടോ പോണത്. അപ്പോഴേ ഉമ്മാക്കൊരു ഇത് കിട്ടുള്ളൂ. അവൻ ഉണരുമ്പോഴത്തേന് വേഗം വരണം, 1 മണിക്കൂറിനുള്ളിൽ വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് പോയത് കേട്ടോ. പിന്നെ മോളെ അങ്ങനെ അനിയത്തി റെഡിയാക്കിയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും അനിയത്തിയും മോളും കൂടിയാണ് പോണത്. മോൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഓട്ടോയിലൊക്കെ ഇങ്ങനെ പോകാൻ. അങ്ങനെ പിന്നെ ഈ യൂണിഫോമിൻ്റെ ഒക്കെ സംഭവം ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞതാണ് കേട്ടോ. അതാണ് പെട്ടെന്ന് ഇപ്പോൾ LKG MESലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിൽക്കിടാനുള്ള ചെരുപ്പാണ് കേട്ടോ. ചെരുപ്പ് അവർ പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മോഡലൊക്കെ അവരിങ്ങനെ വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്കൂളിലെത്തി കേട്ടോ. സ്കൂളിലെത്തി പിന്നെ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കും. ഇപ്പോഴൊന്നും ഒഴിവാവില്ല എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ചേച്ചിനോട് ചോദിച്ചപ്പോൾ അവിടെ അപ്പുറത്തെ സൈഡിലാണ് ഇങ്ങനെ യൂണിഫോം ആദ്യം ഇട്ട് നോക്കണം. അവർ റെഡിമെയ്ഡാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പം മോൾക്ക് ആദ്യം ഒരു 22 സൈസായിട്ട് ഇട്ട് നോക്കിയത്. അതാണെങ്കിൽ ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ലൂസ്. അപ്പോൾ പിന്നെ അത് മാറ്റിയിട്ടോ. അത് മാറ്റിയിട്ട് പിന്നെ 21 ഇല്ല. അപ്പോൾ പിന്നെ 20 എടുത്തു കേട്ടോ. അത് പിന്നെ കറക്റ്റ് പാകമാണ്. അങ്ങനെ ഒരു സെറ്റിന് 525 ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അങ്ങനെ പിന്നെ ബുധനാഴ്ച വേറൊരു ഡ്രസ്സാണ് കേട്ടോ. അതിന് മൊത്തത്തിൽ 3 യൂണിഫോം വാങ്ങി. അല്ലാത്ത ദിവസങ്ങളിൽ ഇടാൻ 2 കൂട്ടും, പിന്നെ ബുധനാഴ്ചക്ക് 1 കൂട്ടും. അങ്ങനെ 3 ഐറ്റം വാങ്ങി. തിരക്ക് കണ്ടപ്പോൾ വിചാരിച്ച് ഇപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റില്ല എന്ന്. പക്ഷേ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു AK മാൾക്ക് പോകണമായിട്ട് ഞാൻ പറഞ്ഞില്ല, മോൾക്ക് ചെരുപ്പ് വാങ്ങണമെന്ന്. ഇങ്ങനെ കുറുക്ക് വഴി കൂടി AK മാൾക്ക് പോയിട്ടാണ്. അങ്ങനെ ടീച്ചർ ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. അങ്ങനെ ഈ മോഡൽ ചെരുപ്പാണ് വേണ്ടത്. ഇങ്ങനെ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ കിട്ടിയതാണെങ്കിൽ അവളെ സൈസിനേക്കാളും വലുതായിരുന്നു. പിന്നെ അവിടെ വേറെ സ്റ്റോക്കൊന്നുമില്ല. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ അനിയത്തി മോൾക്ക് ജ്യൂസ് വാങ്ങാനൊക്കെ വേണ്ടി പോയിട്ടാണ്. പിന്നെയാണ് ഉമ്മ വിളിച്ചത്. ഇങ്ങനെ മോന് കരയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നോക്കിയില്ല. പിന്നെ വേഗം വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നില്ല, വേറെ അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല. പിന്നെ വീട്ടിലെത്തി ഫ്രഷൊക്കെ ആയി. മോൾക്ക് ഭക്ഷണവും മോൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഞാനും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ മോനായിട്ട് കുറച്ച് നേരം അങ്ങനെ എടുത്ത് നടക്കലും പിന്നെ ഓനെ ഉറക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയി. പിന്നെ അതിൻ്റെ ഇടയിൽ വൈകുന്നേരം ഒരു രാത്രിയൊക്കെ ആയിട്ടുണ്ടാവും, ഒരു എഡിറ്റിംഗ് പരിപാടിയിലായിരുന്നു. പിറ്റത്തെ ദിവസത്തിന് അങ്ങനെ ചെയ്യാനും വേണ്ടിയിട്ട്, അപ്ലോഡ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അനിയത്തി വീഡിയോ എടുത്ത് തരുമായിരുന്നു. അങ്ങനെ അപ്ലോഡ് ചെയ്യലും എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലും ആ കാര്യങ്ങളൊക്കെ നിന്നു കേട്ടോ. പിന്നെ മോൾക്ക് രാത്രിയൊക്കെ ആയി. പിന്നെ മോൾക്ക് ഓരോന്നിനും പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു. അത് വേണ്ട. അങ്ങനെ കഞ്ഞിയും മീൻ പൊരിച്ചതൊക്കെ കൂട്ടി അവളും കഴിച്ചു. ഞാനും പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ പാല് കുടിക്കേണ്ട ഒരു ശീലമുണ്ട് കേട്ടോ രാത്രി. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഭയങ്കര മഴ കേട്ടോ. ഭയങ്കര ഇടിയും കാറ്റും ഒക്കെ ഉള്ള നല്ല മഴ. പിന്നെ ആ സമയത്ത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെന്താ പിന്നെ അതിൻ്റെ ഇടയിൽ കറണ്ട് പോക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം പിന്നെ അത്രയൊക്കെ തന്നെ കേട്ടോ. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മക്കൾ ഉറക്കിയിട്ട് ഞാനും അങ്ങനെ ഫ്രഷായിട്ട് ഞാനും ഉറങ്ങിയിട്ടോ. പിന്നെ അന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവണേ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.